എല്ലാവർക്കും നമസ്കാരം. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ശ്രീ ഭഗവാൻ പറയുന്നതാണ്. ശ്രീ ഭഗവാൻ ഉവാച. അത് 96-ാമത്തെ ശ്ലോകമായിട്ട് വരുന്നു. 97-ാമത്തെ വരി, 97-ാമത്തെ ശ്ലോകം. ഭവേദാ മധ്യമേ ദുഷ്ടോ മമ വധ്യാവുഭാവപി കിമന്യേന വരേണ അത്രയേതാ വധ്യവ്രതം മയ. ശ്രീ ഭഗവാൻ ഇങ്ങനെ പറയുകയാണ്. അദ്യൗ ഉഭൗ അപി, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മേ തുഷ്ടൗ, എനിക്ക് സന്തുഷ്ടന്മാരായെങ്കിൽ, മമ വധ്യൗ ഭവേദാം, എനിക്ക് വധ്യന്മാരായി ഭവിക്കണം. അത്ര അന്യേന വരേണ. വധ്യന്മാരായി എന്ന് പറഞ്ഞാൽ വധിക്കാൻ പാകത്തിന്, വധിക്കാൻ സമ്മതിക്കണം എന്നാണ് കേട്ടോ. അത്ര അന്യേന വരേണ. ഇവിടെ മറ്റൊരു വരം കൊണ്ട് കിം, എനിക്ക് എന്താണ് പ്രയോജനം എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. മയ ഏതാവത് ഹി വൃതം, എന്നാൽ ഇത്രയും മാത്രം വരിക്കപ്പെട്ടു, എനിക്ക് ഇത്രമാത്രം വരം മതി എന്ന് മഹാവിഷ്ണു പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും സന്തുഷ്ടന്മാരായെങ്കിൽ, മുൻപത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് ബുദ്ധിഭ്രമം ബാധിച്ച് മഹാമായയാൽ മോഹിതരാക്കപ്പെട്ട് മധുകൈടഭന്മാർ മുൻപിൽ കണ്ട മഹാവിഷ്ണുവിനോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അതിന് മറുപടിയായിട്ടാണ് മഹാവിഷ്ണു ഇങ്ങനെ പറയുന്നത്. ഇവിടെ എനിക്ക് മറ്റൊരു വരം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? മധുകൈടഭന്മാരോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് തുഷ്ടന്മാരായി, അതായത് സന്തുഷ്ടന്മാരായി ഭവിക്കുന്നുവെങ്കിൽ എനിക്ക് വധിക്കാൻ പാകത്തിന് ഞാൻ വധിക്കുന്നതിന് നിങ്ങൾ സമ്മതിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വധ്യന്മാരായി തീരാത്ത വിഷയത്തിൽ മറ്റൊരു വരം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഈ വരം വിട്ട് വേറൊരു വരം അപേക്ഷിച്ചാൽ ശത്രുനാശം എങ്ങനെ നടക്കും? ഈ വധമൊഴിച്ച് പ്രപഞ്ചത്തിലുള്ള സകലതും ഭഗവാനായ എനിക്ക് അധീനമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇത്ര മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, ഈ വരം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. പരസഹായം കൂടാതെ നിങ്ങളാൽ മാത്രം എനിക്ക് നൽകാവുന്നതും എന്നാൽ ചെയ്യപ്പെടാവുന്നതുമായ ഒരേ ഒരു വരം മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. അത് നിങ്ങൾ എനിക്ക് വധ്യന്മാരായിരിക്കണം, അതായത് വധിക്കാൻ സമ്മതിക്കണമെന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു. ഋഷിർവാച. അതാണ് 99-ാമത്തെ ശ്ലോകം. വഞ്ചിതാഭ്യാമിതി തഥാ സർവമാപോമയം ജഗത് 100-ാമത്തെ ശ്ലോകമായിട്ട് വന്നിരിക്കുകയാണ്. വഞ്ചിതാഭ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ വഞ്ചിക്കപ്പെട്ട ആ അസുരന്മാരാൽ സർവമാപോമയം ജഗത് തഥാ അപ്രകാരം സർവമാപോമയം എന്ന് പറഞ്ഞാൽ എല്ലായിടവും, ആപോമയം ജലമയം, ജലത്താൽ മുങ്ങി, ജഗത് ലോകം. ആ വഞ്ചിക്കപ്പെട്ട ആസുരന്മാർ ലോകം മുഴുവനും ജലമയമായി കണ്ടിട്ട് കമലേക്ഷണ ഭഗവാൻ, കമലേക്ഷണനായ താമര ഇതൾ പോലെ മനോഹരമായ നയനങ്ങളോട് കണ്ണുകളോടുകൂടിയ വിഷ്ണു ഭഗവാനോട് ഉർവി എത്ര ന സലിലേന പരിപ്ലുത. എത്ര ഉർവി ഭൂമി, എത്ര എവിടെ, ഏത് സ്ഥലത്ത് മുങ്ങാതിരിക്കുന്നോ, സലിലം ജലം തന്നെയാണ്, ജലത്തിൽ എവിടെ, സലിലേന ജലത്തിൽ മുങ്ങാതെയിരിക്കുന്ന സ്ഥലത്ത് വെച്ച്, ഇന്ന പരിപ്ലുത എന്ന് പറഞ്ഞാൽ മുങ്ങാതെയിരിക്കുന്ന, അതായത് ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച്, ആവാം ജഹി, ഞങ്ങളെ ജഹി നിഗ്രഹിച്ചാലും ഗതിദഹ എന്ന് പറയപ്പെട്ടു. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഈ വാക്കുകളിലും മധുകൈടഭന്മാർക്ക് എന്ത് വരമാണ് വേണ്ടത്, ഞാനിപ്പോൾ തരാം എന്ന്, ഞങ്ങളിപ്പോൾ തരും എന്ന് പറഞ്ഞ് മഹാവിഷ്ണു വരം ചോദിച്ചു. ഇനി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ നോക്കിയപ്പോൾ എല്ലായിടവും ജലത്താൽ ചുറ്റപ്പെട്ട് ജലത്തിൽ മുങ്ങിക്കിടക്കുക. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ്, ജലം എവിടെ ഇല്ലാതിരിക്കുന്നുവോ അവിടെ വെച്ച് ഞങ്ങളെ നിഗ്രഹിച്ചാലും ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് ഭഗവാനോട് പറഞ്ഞു. വേറെ ആ അസുരവധ പ്രാർത്ഥനാ കാലത്ത് മഹാമായ മോഹിപ്പിച്ചതുകൊണ്ടാണ് ആ മധുകൈടഭന്മാർക്ക് അങ്ങനെ പറയാൻ തോന്നിയതും. ജലമയമാണെന്ന് കണ്ടിട്ട് ഭഗവാനോട് ഭൂമി എവിടെ വെള്ളത്തിൽ മുങ്ങാതിരിക്കുന്നുവോ അവിടെ വെച്ച് ഞങ്ങളെ നിഗ്രഹിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതും. ഈ മധുകൈടഭന്മാരുടെ വരത്തെ ആഗ്രഹിക്കുന്ന മായാമയനായ വിഷ്ണു ഭഗവാനാൽ അവർ വഞ്ചിക്കപ്പെട്ടത് കൊണ്ട് മരണം വരാതെയിരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് അവർ ജലമില്ലാത്ത ദിക്കിൽ വെച്ച് വധിച്ചു കൊള്ളുക എന്ന് പറഞ്ഞത്. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തു? നമുക്ക് നോക്കാം. 102-ാമത്തെ ശ്ലോകം. ഋഷിരുവാച. തഥേത്യുക്ത്വാ ഭഗവതാ ശംഖചക്രഗദാഭൃതാ കൃത്വാ ചക്രേണ വൈഛിന്നേ ജഘനേ ശിരസീതയോः. ഋഷി പറഞ്ഞു, തഥാ ഇതി ഉക്ത്വ, അപ്രകാരം തന്നെ എന്ന് പറഞ്ഞിട്ട്, ശംഖചക്രഗദാഭൃത,
ശംഖചക്രഗതകളെ ധരിക്കുന്ന ഗതാഭൃത ശംഖചക്രഗതകളെ ധരിക്കുന്ന ഭഗവതാ ജഘനെ, ഭഗവാനാൽ ജഘനെ, ജഘനപ്രദേശം, അതായത് ജഘനപ്രദേശം കടിപ്രദേശം ബട്ടക്സ് അരക്കെട്ടിനെയാണ് കേട്ടോ. ഭഗവതാ ജഘനെ തയോഹോ ശിരസീകൃത്വ, അവരുടെ ശിരസ്സുകളെ ശിരസീകൃത്വ വച്ചിട്ട് ചക്രം കൊണ്ട്, അതായത് സുദർശന ചക്രം കൊണ്ട് ഛിന്നേവൈ ഛേദിക്കപ്പെട്ടു. അങ്ങനെ ശംഖചക്രഗദാധാരിയായ ഭഗവാൻ മഹാവിഷ്ണു വെള്ളമില്ലാത്ത ദിക്കിൽ വെച്ച് നിഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ട് മധുകൈടഭന്മാരുടെ ശിരസ്സുകളെ തൻ്റെ ജഘനപ്രദേശത്തിൽ, അതായത് തൻ്റെ അരക്കെട്ടിൽ, അതായത് 2 ഭാഗത്തുമായി വെച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സുദർശന ചക്രം ഉപയോഗിച്ച് 2 പേരുടെയും ശിരസ്സുകളെ ഛേദിച്ചു കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. അതായത് ഈ ശ്ലോകത്തിന് ശേഷം ചില ഗ്രന്ഥങ്ങളിൽ ഹത്വാതു ഭഗവാൻ വിഷ്ണു സ്ഥാ ഉഭൗ മധുകൈടഭൗ തയോസ്തു മേധസാ രാജൻ മഹീമേതാമകൽപ്പയാൽ മേദിനീതി തദാരഭ്യ സപ്ഞാമാപവസുന്ധര തതോ വീതഭയോ ബ്രഹ്മ സസർജ വിവിധാ പ്രജാഹ. ഇങ്ങനെ ശ്ലോകങ്ങൾ എന്ന് തുടങ്ങി സംസാരാബ്ധൗ ന മജ്ജതി എന്ന് വരെ ഏതാനും ശ്ലോകം കൂടി കാണുന്നുണ്ട്. അതിൻ്റെ ശേഷമാണ് ഏവമേഷ എന്ന്, അതായത് ഏവമേഷ സമുത്പന്ന എന്നുള്ള ഇതിലുള്ള 104ാമത്തെ ശ്ലോകം കാണുന്നത്. ആ ശ്ലോകങ്ങളുടെ അർത്ഥം മഹാവിഷ്ണു 78ാം ശ്ലോകം കഴിഞ്ഞിട്ട് ഇങ്ങനെ, അല്ലയോ രാജാവേ, വിഷ്ണു ഭഗവാൻ ആ മധുകൈടഭന്മാരെ നിഗ്രഹിച്ചിട്ട് അവരുടെ മേധസ് കൊണ്ട് ഭൂമിയെ നിർമ്മിച്ചു. ആ മേധസ് കൊണ്ട് നിർമ്മിച്ചതുകൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്ന് നാമം സിദ്ധിച്ചതെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ബ്രഹ്മാവ് ഭയമില്ലാതെ അനേകം പ്രജകളെ സൃഷ്ടിച്ചു. ഭയമില്ലാതെ എന്ന് പറയാൻ കാരണം മധുകൈടഭന്മാരുടെ വധം കഴിഞ്ഞു, ഇനി അവരെ ഭയക്കേണ്ട ആവശ്യമില്ല. വേറെ പുരാണങ്ങളിൽ ഇത് കഴിഞ്ഞിട്ട് വിഷ്ണു ഭഗവാൻ തൻ്റെ ചതി വാക്കുകൊണ്ടുണ്ടായ പാപം, അതായത് ഇവിടെ ബുദ്ധിഭ്രമം കൊണ്ട് മധുകൈടഭന്മാർ വരം ചോദിക്കുകയും, അപ്പോൾ എന്താണ്, എനിക്കൊരു വരമേ വേണ്ടൂ എന്ന് പറഞ്ഞ് ചതിപ്രയോഗം കൊണ്ട് അവരെ വധിച്ചതുകൊണ്ട് ആ പാപം തീർക്കാനായിട്ട് മധുകൈടഭന്മാരെ ഉദ്ധരിക്കുന്നതിനായി വനത്തിൽ ചെന്ന് തപസ് ചെയ്തിട്ട് വരദാ നദിയുടെ തീരത്തിങ്കൽ മധുകേശ്വരൻ എന്നും കൈടഭേശ്വരൻ എന്നും നാമധേയങ്ങളോടുകൂടി 2 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചു. ഇങ്ങനെയും കഥ കാണുന്നുണ്ട്. ഇനി ഇവിടെ സുമേധസ് മഹർഷി സുരഥനോട് പറയുന്നതാണ് ഇതല്ലേ, അല്ലയോ മധുകൈടഭന്മാരെ, നിങ്ങളാൽ എങ്ങനെ പറയപ്പെട്ടുവോ അതുപ്രകാരം തന്നെ മറ്റൊരു പ്രകാരത്തിലില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. അതായത് ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വധിച്ചാലും എന്ന് മധുകൈടഭന്മാർ പറയുന്നു. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് മഹാവിഷ്ണു തിരിച്ചും പറയുന്നു. തൻ്റെ അതായത് കടിപ്രദേശത്ത് വെച്ച് അവരുടെ ശിരസ്സുകളെ മുറിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഈ പ്രളയകാല ജലസമൂഹത്തിന് മഹാപ്രഭുവായ ഭഗവാനെ, അതായത് മുക്കുന്നതിന് സാമർഥ്യമില്ല. അതായത് ഭഗവാൻ എല്ലാ കാര്യങ്ങൾക്കും മുകളിലാണ്. അതുകൊണ്ടാണ് ഭഗവാൻ മാത്രം ജലോപരിതലത്തിൽ ഇങ്ങനെ കാണപ്പെട്ടത്. അടുത്തത് നോക്കാം. ഏവമേഷ സമുത്പന്ന ബ്രഹ്മണ സംസ്തുത സ്വയം പ്രഭാവമസ്യാദേവ്യാസ്തു ഭൂയ ശൃണുവദാമി തേ. ഏഷ, ഈ മഹാമായാദേവി, ഏവം ബ്രഹ്മണ സ്വയം, ഇപ്രകാരം ബ്രഹ്മാവിനാൽ താനേ തന്നെ സംസ്തുത, നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവളായിട്ട് സമുത്പന്ന ഉദ്ഭവിച്ചു. അസ്യാഹ ദേവ്യാഹ തു, ഈ ദേവിയുടെ പ്രഭാവം മാഹാത്മ്യത്തെ ഭൂയഹ തേ, ഇനിയും നിനക്ക് വദാമി, ഞാൻ പറയാം. അഹം വദാമി എന്നാണ്. ശൃണു, കേട്ടാലും. ഈ മഹാമായാദേവി, അപ്പോൾ സുരഥൻ എന്ന മഹാരാജാവ് ചോദിക്കുന്നതാണ് ഈ ദേവിയുടെ ഉത്ഭവം എന്താണ്, കർമ്മം എന്താണ്, ആ സാമർഥ്യങ്ങൾ പറഞ്ഞാലും എങ്ങനെ ഉണ്ടായി, എവിടെ ഉണ്ടായി, ആരാണ് എന്ന് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഈ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ മുനി പറയുകയാണ്, ഇനിയുമുണ്ട് പറയാൻ ഇഷ്ടം പോലെ, ഇങ്ങനെ മഹാമായ ഉണ്ടായി, ഇനി ബാക്കിയുള്ളതും പറയാം. ഇപ്രകാരം ബ്രഹ്മാവിനാൽ താനേ തന്നെ സ്തുതിക്കപ്പെട്ടവളായിട്ട് ഉത്ഭവിച്ചു ഈ ദേവിയുടെ മഹാത്മ്യങ്ങളെ ഇനിയും ഞാൻ നിന്നോട് പറയാൻ കേട്ടാലും എന്ന് മാർക്കണ്ഡേയ മുനി പറയുകയാണ്. ഇപ്രകാരം ബ്രഹ്മാവിനാൽ താനേ തന്നെ സ്തുതിക്കപ്പെട്ട ഈ മഹാമായാദേവി ദേവകാര്യാർത്ഥമാണ്. അതായത് ദേവകാര്യാർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ
ഈ മധുകൈടഭന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് പ്രത്യക്ഷപ്പെട്ടത്. അല്ലയോ സുരഥ മഹാരാജാവേ, ഞാൻ ഇനിയും ദേവിയുടെ സാമർഥ്യത്തെപ്പറ്റി പറയാം, കേട്ടാലും എന്ന് പറയുകയാണ്. ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ മധുകൈടഭവധോ നാമ പ്രഥമോധ്യായ. ഇവിടെ മധുകൈടഭവധം എന്ന 1-ാം അധ്യായം സമാപിക്കുകയാണ്. ഓം ശ്രീ മഹേശ്വരി നമ. എല്ലാവർക്കും വീണ്ടും നല്ല ദിവസം ആശംസിക്കുന്നു. നന്മയുണ്ടാകട്ടെ ദേവിയുടെ അനുഗ്രഹത്താൽ. നന്ദി, നമസ്കാരം. എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ്, നമ്മൾ ദേവിയുടെ കാര്യമായതുകൊണ്ട് നല്ല ഭക്തിയുള്ളവർ മാത്രം, വായിക്കണമെന്നുള്ളവർ മാത്രമേ, അല്ലെങ്കിൽ അറിയണമെന്നുള്ളവർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇത് നിർബന്ധിച്ച് നമ്മൾ ആരെയും ചെയ്യിക്കേണ്ടതല്ല. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം നന്ദി, നമസ്കാരം. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്മയുണ്ടാകട്ടെ.